നമസ്തേ എവരി വൺ. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ തരികയാണ് എൻ്റെ ജോലി. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് പ്ലാൻ എങ്ങനെയാണ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക, അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ വളരെ നേട്ടം കിട്ടുന്ന, ലാഭം കിട്ടുന്ന ബിസിനസ്സുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന പ്രോഗ്രാമിനകത്ത് പ്രധാനമായിട്ടും ഡീകോഡിങ് മാർക്കറ്റ് ട്രെൻഡ്സ് ഫോർ പ്രോഫിറ്റബിൾ നിഷസ്. അപ്പോൾ അവിടെ നമുക്ക് പല ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ ഇതിലൂടെ കടന്നു പോകും. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ്, യുവർ ബ്ലൂ പ്രിൻറ്റ് ഫോർ സക്സസ്. അവിടെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ എടുക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, ഇതൊരു നമുക്കൊരു എഡ്യൂക്കേഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഉള്ള നമ്മുടെ സേവിങ്സ് ഏറ്റവും നന്നായിട്ട് അങ്ങനെ നമുക്ക് ഫണ്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാവുന്നത്, നമുക്ക് ഡിഫറെൻറ്റ് റവന്യൂ സ്ട്രീംസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഒരു സ്ട്രീമിന് പകരം ഇപ്പോൾ നമുക്കൊരു ടാങ്കിലേക്ക് നമുക്ക് ഒരു പൈപ്പ് വരുന്നു, പക്ഷേ അതിൻ്റെ താഴെ പല പൈപ്പിലൂടെയാണ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ചെറിയ ചെറിയ പൈപ്പിലൂടെ, പക്ഷേ വരുന്നത് വലിയ പൈപ്പാണ്. അപ്പോൾ അവിടെ നമുക്കൊരു കാര്യം ചെയ്തു നോക്കാം. ആ ഒരു ടാങ്കിലേക്ക് വരുന്നത് നമുക്ക് പല പൈപ്പുകൾ എങ്ങനെ, അതാണ് മൾട്ടിപ്പിൾ സ്ട്രീം ഓഫ് ഇൻകം, നമുക്കതെങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെല്ലാം നമുക്ക് നന്നായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസും ഓപ്പർച്യൂണിറ്റി നോളജും വേണം. ഓക്കെ, അത് നമുക്ക് ഏതൊക്കെ ബുക്സിനകത്ത് കിട്ടും, ഏതൊക്കെ പ്രോഗ്രാമിനകത്ത് കിട്ടും. ചിലതൊക്കെ നമുക്ക് വലിയ ലാഭമുള്ള ഇ-കൊമേഴ്സ് ഓപ്പറേഷൻസൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ നമുക്ക് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ പാർട്ട് എങ്ങനെ ആകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ കൺട്രി വൈസ് ഒക്കെ കിട്ടുന്ന വലിയ ഗ്ലോബൽ മാസ്റ്റർ ഫ്രാഞ്ചൈസിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഭയങ്കര റാപ്പിഡ് എക്സ്പാൻഷൻസ് പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവ് റോളില്ല. പിന്നെ അതുപോലെ തന്നെ കൊളാബറേറ്റ് ആൻഡ് കോൺക്വർ. അപ്പോൾ അവിടെ വളരെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എടുത്തുകൊണ്ട് സക്സസ്സിലേക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റും. പിന്നെ ഹൗ ടു അൺലോക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഇടയ്ക്ക് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ യങ് ജനറേഷൻ വളരെ സ്മാർട്ടാണ്, അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള റവന്യൂ സോഴ്സസ് കണ്ടെത്താനായിട്ട്, ഇനി നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ എങ്ങനെ ഷീൽഡ് ചെയ്യാം, നമുക്കതിലൊരു ചെറിയ റിസ്ക് പോലും വരാത്ത രീതിയിൽ റിസ്ക് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, റിസ്ക് ഷീൽഡ് ചെയ്യാം, റിസ്ക് മാനേജ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വർക്ക്ഷോപ്പിൽ പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫൈനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിനെങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ നമുക്കതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ട് തന്നെ ഒരു അൺസ്റ്റോപ്പബിൾ ബ്രാൻഡ് എങ്ങനെ നമുക്ക് മുന്നോട്ടുണ്ടാക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ലേറ്റസ്റ്റ് മാർക്കറ്റിംഗ് ടാക്റ്റിക്സ് നമുക്ക് എന്തൊക്കെയാണ്, അത് സ്വായത്തമാക്കാനായിട്ട്, പിന്നെ ചില പാർട്ട്ണർഷിപ്പ് സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് എങ്ങനെയാണ് സ്കൈ റോക്കറ്റ് അവരുടെ ബ്രാൻഡ് വിസിബിലിറ്റി നമുക്ക് എങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് ഇൻവെസ്റ്റിംഗ് ഇൻ ഹിഡൻ ജെയിംസ് ഉണ്ടാവും. അപ്പോൾ വളരെ റയറായിട്ടുള്ള കളക്റ്റബിൾ ആസറ്റ്സ് ഉണ്ടാവും, അതിലത്തൊക്കെ എങ്ങനെയാണ് നമുക്ക്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈൽഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇപ്പോൾ 4 സ്ട്രീമാണ്. അപ്പോൾ 1 നമുക്ക് എംപ്ലോയ്മെൻറ്റ്, 2 സെൽഫ് എംപ്ലോയ്മെൻറ്റ്, 3 ബിസിനസ്, 4 ഇൻവെസ്റ്റിംഗ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രോത്ത് കിട്ടുന്നത്, റിസ്ക് കുറവ് വരുന്നതും ഇൻവെസ്റ്റിംഗ് ആണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു എംപവർമെൻറ്റ് ത്രൂ എഡ്യൂക്കേഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് നമ്മളുടേതായ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. അതായത് അപ്പോൾ ഇവിടെ നമുക്ക് ഹിയർ വി ആർ ടു എഡ്യൂക്കേറ്റ്, നോട്ട് ടു മാനേജ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. യുവർ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ആർ യുവർ ഡിസിഷൻസ് അലോൺ, നിങ്ങളുടേതാണിത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ യു ക്യാൻ പേഴ്സണലൈസ് ഫോർ ഗൈഡൻസ് ആൻഡ് കൺസൾട്ട് ട്രസ്റ്റഡ് അഡ്വൈസേഴ്സ് ഓഫ് യുവർ ചോയ്സസ് ആൻഡ് യുവർ ഔട്ട്കം യുവർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി എടുത്താണ് ഇവിടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരിക.